മിസ്റ്ററെ, ഇന്ന് വരുന്ന മുഖ്യമന്ത്രിയുടെ രേഖയിലൊരു പ്രധാനപ്പെട്ട കാര്യം കേരളത്തിൻ്റെ വ്യവസായ കുതിപ്പിൻ്റെ പ്രധാനപ്പെട്ട കാര്യങ്ങളൊക്കെ ഉണ്ടാകുമെന്നാണ് കേൾക്കുന്നത്. രേഖ അവതരിപ്പിക്കാൻ പോകുന്നേ ഉള്ളൂ. നവകേരളത്തിൻ്റെ പുതുവഴികൾ എന്നുള്ളത് കഴിഞ്ഞ രേഖയുടെ ഒരു വികസിത തുടർച്ചയാണ്. കഴിഞ്ഞ സമ്മേളനത്തിലാണ് നവകേരള രേഖ അംഗീകരിച്ചത്. കേരളത്തിൻ്റെ പുതിയ മാറ്റങ്ങളുടെ അടിസ്ഥാനത്തിൽ എങ്ങനെ നാടിനെ മുന്നോട്ട് കൊണ്ടുപോകാം, വിവിധ മേഖലകൾക്കകത്ത് ഏതെല്ലാം രൂപത്തിലുള്ള ഇടപെടലുകളാണ് വേണ്ടത്, ഇതാണ് പ്രധാനമായിട്ടും നവകേരള രേഖ ചർച്ച ചെയ്തത്. അപ്പോൾ അതിൻ്റെ പ്രയോഗ അനുഭവങ്ങളുടെ കൂടി അടിസ്ഥാനത്തിൽ ഇനി എങ്ങനെ ശക്തിപ്പെടുത്തി മുന്നോട്ട് കൊണ്ടുപോകാം, അത്തരം കാര്യങ്ങളാണ് രേഖയിൽ വരാൻ പോകുന്നത്. രേഖ അവതരിപ്പിക്കാൻ പോകുന്നതേ ഉള്ളൂ. സ്വാഭാവികമായും കഴിഞ്ഞ രേഖയിലെ ഒരു വിലയിരുത്തലുണ്ടാവും. സ്വാഭാവികമായിട്ടും കഴിഞ്ഞ രേഖയുടെ പ്രയോഗം ഉണ്ടല്ലോ, അതിൻ്റെ കൂടി അടിസ്ഥാനത്തിലാണ് മുന്നോട്ട് കൊണ്ടുപോകുക. രേഖ അവതരിപ്പിച്ച് കഴിഞ്ഞാലേ ഉള്ളടക്കത്തെക്കുറിച്ച് പറയാൻ കഴിയുള്ളൂ. രാവിലെ സ്ഥിരം ഈ നടപ്പുണ്ടെന്ന് തോന്നുന്നു, കാരണം സ്പീഡ് കണ്ടിട്ട്. അത് നിങ്ങൾ കുറേ നടന്നതല്ലേ നമ്മുടെ കൂടെ, നവകേരളത്തിലൊക്കെ നടന്നതല്ലേ. കോഴിക്കോട് ബീച്ചിലൂടെ സാധാരണ നടപ്പുണ്ടോ? ഇല്ല, വീടിനടുത്ത് തന്നെ നടക്കുക. ഈ നയരേഖ എനിക്ക് തോന്നുന്നു ഏറ്റവും കൂടുതൽ ഗുണം കിട്ടുന്ന ഒരു വകുപ്പ് വ്യവസായ വകുപ്പാണ്. മുമ്പ് ആ വകുപ്പിലിരുന്ന ആളാണ്. എത്രത്തോളം ഗുണമുണ്ടാവും? വ്യവസായ വളർച്ചയാണല്ലോ നമ്മുടെ ഒന്ന് സമ്പത്ത് ഉൽപ്പാദനം, രണ്ട് തൊഴിൽ സൃഷ്ടിക്കൽ. അതുകൊണ്ട് സ്റ്റേറ്റിൻ്റെ വളർച്ചയ്ക്ക് മുന്നോട്ട് പോക്കിന് ഏറ്റവും അനിവാര്യമായ ഒരു മേഖലയാണ് വ്യവസായ വളർച്ച. പ്രായപരിധിയിലൊക്കെ ഭയങ്കര ചർച്ച നടക്കുന്നു, നേതൃത്വ പ്രതിസന്ധി എന്നൊക്കെയാണ് പറയുന്നത്. ഇതൊക്കെ വേറെ അസംബന്ധമാണ്. അങ്ങനൊന്നും ഒരു പ്രശ്നമില്ല. നത്തിങ്, യാതൊന്നുമില്ല. വളരെ ആവേശകരമായ സമ്മേളനം. ഈ രേഖ അവതരിപ്പിക്കുമ്പോഴും നയംമാറ്റം എന്നൊരു ആരോപണം, അല്ലെങ്കിൽ പ്രതിപക്ഷം അത്തരം ചില കാര്യങ്ങൾ പറയുന്നു പാർട്ടിയുടെ. അതവർക്ക് CPM നയത്തെക്കുറിച്ച് ഒന്നും അറിയാത്തതുകൊണ്ടാണ്. CPIM എക്കാലത്തും സ്വീകരിച്ചു പോരുന്ന വികസന കാഴ്ചപ്പാടും നയവും തന്നെയാണ് ഇപ്പോഴും മുന്നോട്ട് പോകുന്നത്. കാലോചിതമായ ചില മാറ്റങ്ങൾ മാത്രമേ വരുന്നുള്ളൂ. നയത്തിൻ്റെ അടിസ്ഥാന കാര്യങ്ങളിലൊന്നും ഒരു വ്യത്യാസമില്ല. ഈ സംസ്ഥാന രാഷ്ട്രീയത്തിലേക്ക് വന്നാൽ BJPയുടെ വളർച്ച പേടിക്കേണ്ട ഒരു കാര്യമാണോ? BJP കോൺഗ്രസിൻ്റെ തകർച്ചയിൽ നിന്ന് മുതലെടുക്കുന്നുണ്ട്. കോൺഗ്രസ് ഈ തരത്തിൽ പ്രവർത്തിച്ചാൽ, എല്ലാ തീവ്ര വർഗീയ ശക്തികളുമായി കൂട്ടുകൂടിയാൽ അതിനെ മുതലെടുക്കാൻ കഴിയുന്നത് BJPക്കാണ്. ഇപ്പോൾ SDPI, SUCI, ജമാഅത്തെ ഇസ്ലാമി ഇവരൊക്കെ കൂട്ടിയിട്ടല്ലേ ആശാ വർക്കേഴ്സിനൊരു വിഭാഗത്തിൻ്റെ സമരം നടന്നത്. ഇപ്പോൾ രാഷ്ട്രീയമായ അവരുടെ തകർച്ച BJP ഗുണം ചെയ്യും. അതാണ് BJP ഉപയോഗിക്കുന്നത്. തെരഞ്ഞെടുപ്പ് റിസൾട്ടൊക്കെ നോക്കിയാൽ ചില പാർട്ടി കോട്ടകളിലേക്കൊക്കെ കടന്നു കയറാൻ അവർക്ക് പറ്റുന്നുണ്ട്. അല്ല, അതങ്ങനെ പാർട്ടി വോട്ട് ചോർന്നു പോകുന്നതല്ല. പാർട്ടിക്ക് പാർട്ടിയുടേതല്ലാത്ത ഒരുപാട് വോട്ടുകൾ ഗ്യാദർ ചെയ്യാൻ പറ്റാറുണ്ട് എല്ലാ തെരഞ്ഞെടുപ്പിലും. അതിലൊക്കെ ചില ഫ്ലക്ച്വേഷൻ ചില സന്ദർഭത്തിൽ ചില സാഹചര്യത്തിൽ വരുന്നു. അല്ലാതെ പാർട്ടിയുടെ അടിസ്ഥാന വോട്ടുകൾ ഒരു മാറ്റവും വരുന്നില്ല. അതായത് കാലാകാലങ്ങളായി പാർട്ടിക്ക് കിട്ടുന്ന പാർട്ടിയുടേതല്ലാത്ത വോട്ടുകൾ BJPയിലേക്ക് ഷിഫ്റ്റ് ചെയ്യുന്നു. അല്ല, അത് 2019 പാർലമെൻറ്റ് ഇലക്ഷനിലുണ്ടായല്ലോ. ഇത് തന്നെയാണ് 24 സംഭവിച്ച്. കേന്ദ്രത്തിലെ ഭരണം സംബന്ധിച്ച് BJPയുടെ ആപത്തിനെ സംബന്ധിച്ചുള്ളൊരു ഭയം കുറച്ചാളുകളെ ബാധിച്ചിട്ടുണ്ട്. എന്നാൽ 2019 കഴിഞ്ഞ് 21 വന്നപ്പോൾ മാറി. ഇത് തന്നെയാണ് ഇപ്പോൾ 24 വന്നപ്പോൾ വീണ്ടും തിരിച്ചു പോയി. 24 കഴിഞ്ഞ് 26 വരുമ്പോൾ തിരിച്ചു വരും. കേരളത്തിൻ്റെ പ്രശ്നം എടുക്കുമ്പോൾ അവരുടെ പ്രത്യേക കാഴ്ചപ്പാടാണ്. കേന്ദ്രമാകുമ്പോൾ മറ്റൊരു കാഴ്ചപ്പാട് വരുന്നുണ്ട്. അവിടെയാണ് ചോദ്യം. നിയമസഭയിലേക്ക് മാത്രം ഫോക്കസ് ചെയ്താൽ മതി. ഇപ്പോൾ 2019 തിരിച്ചടി ഉണ്ടായി. സ്വാഭാവികമായിട്ട് 2024 അടുത്ത ലോക്സഭ വരുമ്പോൾ അത് മറികടക്കേണ്ടതായിരുന്നില്ലേ പാർട്ടി? ആയിരുന്നു. പക്ഷെ അത് കേരളത്തെ മാത്രം ആസ്പദമാക്കിയല്ല. ദേശീയ തലത്തിൽ ഒരു പാർട്ടിക്ക് എങ്ങനെ പെർഫോം ചെയ്യാൻ കഴിയും എന്നതുകൂടി ജനങ്ങൾ നോക്കും. ഇതിൻ്റെയൊക്കെ ആസ്പെക്റ്റ് വരുന്നുണ്ട്. കരീം സ്ഥിരം നടത്തക്കാരനാണ്. ആണ്. അത് നമുക്ക് രോഗിയാണ്. അതുകൊണ്ട് അതാണ് സാധാരണ ഗതിയിൽ ഇവർക്കൊപ്പം ഓടിയെത്തേണ്ടതാണ് നമ്മൾ. പക്ഷേ അതിന് പറ്റുന്നില്ല. അതിനൊറ്റ കാരണമുള്ളൂ, സ്ഥിരമായി നല്ല സ്പീഡിൽ ജില്ലായി നടക്കുന്ന മനുഷ്യരാണ് P. രാജീവും എളമരം കരീമും ഒക്കെ.